ലോക സമുദ്രങ്ങളുടെ വിശാലമായ വിസ്തൃതിയിൽ സമുദ്രാധിപത്യത്തിന്റെ ഒരു ഉയർന്ന കളി നിലവിൽ അരങ്ങേറുകയാണ്. കാരിയർ മേധാവിത്വത്തിന്റെ ഏറ്റവും മികച്ച കിരീടത്തിനായി മത്സരിക്കുന്ന ശക്തരായ മത്സരാർത്ഥിയായി നിലവിൽ ഇന്ത്യയും ചൈനയും ഉയർന്നു വരുന്നു. ഇതിന്റെ ഭാഗമായി ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ ഉദ്ഘാടന യാത്ര ആരംഭിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ മൂന്നാമത്തെ കാരിയറിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ നാവികശക്തി ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് അടിവരയിടുന്ന ധീരമായ നീക്കത്തിന്റെ ഭാഗമായി രാഷ്ട്രം തങ്ങളുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സമീപകാല പരാമർശങ്ങൾ സമുദ്രാധിപത്യത്തിന്റെ ഉയർന്ന കളിയിൽ പ്രാദേശിക എതിരാളിയായ ചൈനയ്ക്കൊപ്പം മുന്നേറാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു. ആക്രമണപരമായ കപ്പൽ നിർമ്മാണ പരിപാടിയിലൂടെ ചൈന തങ്ങളുടെ നാവികാധിപത്യം ഉറപ്പിക്കുന്നത് തുടരുമ്പോൾ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഒരു തന്ത്രപരമായ പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു. ഇത് മേഖലയിലെ സൂക്ഷ്മമായ അധികാര സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫിജിയാൻ അടുത്തിടെ അതിന്റെ കടൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ചതിനെ തുടർന്ന് ചൈനയുടെ നാവികാധിപത്യം മറ്റൊരു മുന്നേറ്റം കൈവരിച്ചു. 80,000 മെട്രിക് ടൺ ഭാരമുള്ള ഈ ടൈപ്പ് 003 ക്ലാസ് ഭീമൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയിലെ മുൻഗാമികളെ അപേക്ഷിച്ച് ഒരു സുപ്രധാന സാങ്കേതിക കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. ഫിജിയാൻ കൂടി പ്രവർത്തനത്തിനായി തയ്യാറെടുക്കുമ്പോൾ ചൈനയുടെ കാരിയർ ഫ്ലീറ്റ് നിലവിലെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഫ്ലീറ്റായി മാറുന്നു. 65,000-ലധികം സജീവവും 75,000-ലധികം കരുതൽ സൈനികരുമുള്ള ഇന്ത്യൻ നാവികസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ 7ാമത്തെ നാവികസേനയാണ്. നാവികസേനയുടെ നട്ടെല്ലായി സൈനികർ തുടരുമ്പോഴും നമ്മുടെ നാവികാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആയുധങ്ങളും ഉപകരണങ്ങളും തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. കപ്പലുകൾ, അന്തർവാഹിനികൾ, 300 വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ 150 ഫ്ലീറ്റിന്റെ കരുത്തുള്ള നാവികസേനയാണ് ഇന്ത്യൻ നാവികസേന. കൂടാതെ നിലവിൽ 50-ലധികം കപ്പലുകളും അന്തർവാഹിനികളും ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണത്തിലാണ്. 2027ഓടെ 170-ലധികം കപ്പലുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ നാവികസേന തീരുമാനിച്ചിരുന്നുവെങ്കിലും വിവിധ പ്രശ്നങ്ങൾ കാരണം ഇവ താമസിക്കുകയാണ്. എങ്കിലും നിലവിലെ കാഴ്ചപ്പാടിന്റെ അതേ ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുകയും 2030ഓടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ കൂട്ടിച്ചേർക്കാനും ഇന്ത്യൻ നാവികസേന ശ്രമിച്ചു പോരുന്നു. INS വിക്രമാദിത്യയാണ് നിലവിലെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സ്റ്റോബാർ വിമാനവാഹിനി കപ്പൽ. INS വിക്രമാദിത്യ കിയേവ് ക്ലാസ് വിമാനവാഹിനി കപ്പലിന്റെ പരിഷ്കരിച്ച പതിപ്പും ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര കപ്പലുമാണ്. INS വിക്രമാദിത്യ 2013 മുതൽ ഇന്ത്യൻ നാവികസേനയിൽ സേവനം ആരംഭിച്ചു. നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചിരുന്നു. 2013 ഈ കപ്പലിന് INS വിക്രാന്ത് എന്ന് നാമകരണം ചെയ്തു. 2022 ഓഗസ്റ്റിൽ ഈ വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തിരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ 2 എന്നും അറിയപ്പെടുന്ന INS വിശാൽ നിലവിൽ മൂന്നാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഈ കപ്പലിന്റെ ആസൂത്രണം നിലവിൽ നടന്നുപോരുകയാണ്. INS വിക്രാന്തിൽ നിന്നുള്ള കാര്യമായ മാറ്റങ്ങൾ വലിപ്പത്തിലുള്ള വർധനവും ഇമാൽസ് ഉപയോഗിച്ചുള്ള സ്ഥാനചലനവും കാറ്റോബാർ സവിശേഷതയുമായിരിക്കും. 65,000 ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിയുന്ന ഈ സംവിധാനം നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പരിഗണനയിലുണ്ട്. ഇന്ത്യൻ നാവികസേന ആസൂത്രണം ചെയ്ത ദീർഘകാല നാവികശേഷിയുടെ ഒരു ഘടകമാണ് മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ. INS വിശാൽ അഥവാ IAC-2 എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ കപ്പൽ നിലവിൽ ആസൂത്രണ ഘട്ടത്തിലാണ്. കൂടാതെ നേവൽ ഡിസൈൻ ഗ്രൂപ്പ് കപ്പലിന്റെ ഡിസൈൻ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു പോരുന്നു. ഇവയെല്ലാം തിരഞ്ഞെടുത്ത ശേഷം മാത്രമേ ബജറ്റ് ഘടകത്തിലേക്ക് ഇന്ത്യൻ നാവികസേനയും സർക്കാരും പോവുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. നാവികസേന എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് 2030 മുൻപ് കുറഞ്ഞത് 2 വിമാനവാഹിനി കപ്പലുകൾ കൂടി സേനയിൽ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആക്രമണ വിമാനവാഹിനി കപ്പലുകൾക്ക് മാത്രമല്ല, ആക്രമണ അന്തർവാഹിനികളും മറ്റുള്ള കപ്പലുകളും കൂടുതൽ നിർമ്മിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. നാവികസേനയ്ക്കുള്ളിൽ ഒരു ബാലൻസിംഗ് ഫോഴ്സ് വിഭാവനം ചെയ്യാനുള്ള നാവികശേഷി ഉണ്ടായിരിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം മുൻഗണന നൽകേണ്ടതുണ്ട്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് കേപ്പബിലിറ്റി പ്ലാൻ പ്രപ്പോസ് ചെയ്ത 10 വർഷത്തെ പ്ലാനിന് പുറമെ അടുത്ത 15 വർഷത്തേക്കുള്ള മാരിടൈം കേപ്പബിലിറ്റി പെർസ്പെക്റ്റീവ് പ്ലാൻ പരിഷ്കരിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു. ഇതുവഴി നാവികസേനയുടെ പദ്ധതികൾ പൂർത്തിയാക്കാനും ആവശ്യാനുസരണം നൽകാനുള്ള സമയപരിധിയും ലഭ്യമാകുന്നു. ദക്ഷിണ ചൈന കടലിലും ശ്രീലങ്കൻ തുറമുഖം വഴി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന നിലവിൽ അധിനിവേശ ശ്രമങ്ങൾ നടത്തിപ്പോരുന്നു. ഇതിന് തടയിടാൻ വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ കൂടുതൽ ഫ്രിഗേറ്റുകൾ, ഡിസ്ട്രോയറുകൾ, സപ്പോർട്ട് എലമെന്റുകൾ എന്നിവ അത്യാവശ്യമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഈ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ കൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കാവൽ സേനയാണ്.
അതിനാൽ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നും കിഴക്ക് ഭാഗത്തുള്ള ചൈനയിൽ നിന്നും പടിഞ്ഞാറ് തെക്ക് ഭാഗം സമുദ്ര സുരക്ഷയുടെ ഭാഗമായും ഇന്ത്യൻ അതിർത്തിയുടെ 3 വശവും ഇന്ത്യൻ നാവികസേനയ്ക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ വിന്യസിക്കാൻ കുറഞ്ഞത് 2 വിമാനവാഹിനി കപ്പലുകൾ എല്ലായ്പ്പോഴും ലഭ്യമാവുക എന്നത് നിലവിലെ അനിവാര്യതയാണ്. അതോടൊപ്പം 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി ചേരുന്നതോടെ ഭാവിയിൽ നാവിക യുദ്ധത്തിന് ഉത്തേജനം നൽകും. ഇന്ത്യൻ സായുധ സേനയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് 3ാമത്തെ ആക്രമണ വിമാനവാഹിനി കപ്പലുകളിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് 3ാമത്തെ നൂതന വിമാനവാഹിനി കപ്പൽ എത്തിക്കുന്നത് വഴി നേവൽ വാർഫെയർ രംഗത്ത് ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. 3ാമത്തെ വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനപരമായ അത്യാവശ്യമാണ്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ സമയമെടുക്കുമെന്ന് കരുതപ്പെടുന്നു. നാവികസേന ആസൂത്രണം ചെയ്ത പ്രകാരം 2027 മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഹെലികോപ്റ്റർ കാരിയർ ഉൾപ്പെടെ ഭാവിയിൽ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമായ 4 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിന്യസിക്കാൻ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. ഇനി നമുക്ക് 3ാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിനെതിരായ വാദങ്ങളൊന്ന് പരിശോധിക്കാം. LOCയിൽ പാകിസ്ഥാനുമായുള്ള അതിർത്തിയിലും ചൈനയുമായി LACയിലും ടിബറ്റിലെ മക്മഹൻ ലൈനിലും അരുണാചൽ പ്രദേശ് അതിർത്തിയിലും സംഘർഷങ്ങൾ തുടർന്നു പോരുന്നു. ബജറ്റ് വിഭവങ്ങളുടെ ലഭ്യത പോലെ ഇന്ത്യൻ സായുധ സേനയുടെ 3 ശാഖകളുമായി വിഭവശേഷി വ്യാപിപ്പിക്കുമ്പോൾ കര അതിർത്തി മാനേജ്മെന്റും അടിസ്ഥാന സൗകര്യങ്ങളും പരമാവധി തുക മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. 1999 ഒഴികെയുള്ള 1948, 1962, 1965, 1971 വർഷങ്ങളിൽ നടന്ന യുദ്ധങ്ങളിലെ ഇന്ത്യൻ നാവികസേനയുടെ പരിമിതമായ പങ്ക് കടൽ വഴിയുള്ള യുദ്ധത്തിൽ നിന്നും ശത്രുക്കളെ പിന്തിരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഈ യുദ്ധങ്ങളെല്ലാം പ്രധാനമായും കര അതിർത്തി അടിസ്ഥാനമാക്കിയുള്ള സംഘർഷങ്ങളായിരുന്നു. കൂടാതെ കര അതിർത്തി സുരക്ഷിതമാക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ യുക്തിസഹമാണ്. അതിനു പുറമെ ഈ കാരിയറുകൾക്ക് കൂടുതൽ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അത്യാവശ്യമാണ്. 42 സ്ക്വാഡ്രോണുകൾ ആവശ്യമായിരിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയിൽ പോലും നിലവിൽ 33 സ്ക്വാഡ്രോണുകൾ മാത്രമാണുള്ളത്. നാവികസേനയ്ക്ക് നിലവിൽ ആവശ്യമായ യുദ്ധവിമാനങ്ങളുടെ ശക്തി പോലും പൂർത്തിയായിട്ടില്ല എന്നതാണ് സത്യം. അതിനാൽ സമീപഭാവിയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിന്യസിക്കുന്നതിന് അത്തരം കൂടുതൽ വിമാനങ്ങൾ ആവശ്യമായി വരുമെന്ന് വിമാനവാഹിനി കപ്പലുകളുടെ വരവ് നേരിട്ട് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ 2 ആക്രമണ വിമാനവാഹിനി കപ്പലുകൾ മാത്രമേയുള്ളൂ. 3ാമത്തേതാകട്ടെ INS വിക്രാന്തിന്റെ തന്നെ തുടർ ഓർഡറായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. 4ാമത്തേത് ആസൂത്രണ ഘട്ടത്തിനായതിനാൽ ഇന്ത്യൻ നേവിയിലേക്ക് INS വിശാൽ കമ്മീഷൻ ചെയ്യപ്പെടാൻ 1 ദശാബ്ദമെങ്കിലും എടുക്കുമെന്ന് കരുതപ്പെടുന്നു.